Hi everyone, welcome to Nishana's Recipe Notes. ഇന്ന് നമുക്ക് എഗ് കബാബ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു അപ്പിയറൻസ് കാരണം ഇതിനെ തേങ്ങാമുറി എന്നും പറയാറുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. നല്ല ഹാർഡ് ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ്, ഞാനിവിടെ 4 എഗ്ഗ് ബോയിൽ ചെയ്ത് അതിൻ്റെ ഷെല്ലൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബോയിൽ ചെയ്ത് മാഷ് ചെയ്ത പൊട്ടറ്റോ ആണ്. ഞാനിവിടെ പ്രഷർ കുക്കറിൽ ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ പീല് റിമൂവ് ചെയ്തിട്ട് ഒന്ന് ഉടച്ചെടുത്തതാണിത്. സവാള നന്നായി കൊത്തി അരിഞ്ഞത്, ഞാനിവിടെ 2 ഇടത്തരം സവാളയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, അതുപോലെ മല്ലിയില ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ വേണം, അത് നമുക്ക് എഗ്ഗ് ഒന്നിൽ റോൾ ചെയ്തെടുക്കാനാണ്. പിന്നെ ഒരു എഗ്ഗ് ബ്രേക്ക് ചെയ്തത്, പിന്നെ ബ്രെഡ് ക്രംസ്. ആദ്യം ഇതിന് വേണ്ട മിക്സ് തയ്യാറാക്കാം നമുക്ക്. അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കുക്കായി വരട്ടെ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വാട്ടിയെടുത്താൽ മതി. ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ റെസിപ്പി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് കമ്പൈൻ ചെയ്തതിന് ശേഷം നമുക്ക് മാഷ് ചെയ്ത പൊട്ടറ്റോ ചേർക്കണം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ ചേർക്കാം. പൊട്ടറ്റോ ചേർത്തതിന് ശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറിക്കോട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഡിപ്പ് ചെയ്യാനുള്ള എഗ്ഗിൻ്റെ മിക്സ് റെഡിയാക്കാം. അപ്പോൾ ഒരു എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്യുക, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 പിഞ്ച് സോൾട്ടും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ആദ്യം ഈ എഗ്ഗ് ഈ ഫ്ലോറിലൊന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിൻ്റെ മുകളിൽ കവർ ചെയ്യുമ്പോൾ അത് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ബൈൻഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഈ എഗ്ഗിൻ്റെ ഭാഗങ്ങൾ പുറത്ത് കാണാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഏകദേശം ഇതുപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ ഭാഗങ്ങളൊന്നും പുറത്ത് കാണുന്നില്ല. ഇനി ഇത് നമുക്ക് എഗ്ഗിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്യാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇനി ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേ പ്രൊസീജിയറിൽ ചെയ്തെടുക്കണം. ഇപ്പോൾ 4 എണ്ണം ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് അതിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിൻ്റെ കളറൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി മാറുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യണത്. ഇനി അതെല്ലാം ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്താലും മതി. കാരണം ഇതിലുള്ള എല്ലാ സാധനങ്ങളും ഓൾറെഡി കുക്ക്ഡാണ്. അപ്പോൾ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവുന്നത് വരെ ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ കബാബ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ സെയിം പ്രൊസീജിയറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എഗ് കബാബ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മിഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും ഇതൊരു തേങ്ങയുടെ പകുതി ഭാഗം പോലെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു അപ്പിയറൻസ് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. കാണാനുള്ള ഭംഗി മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.